ജീവിതം നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിൽ ഒരു പണ്ഡിതൻ തെരുവിലേക്ക് ഇറങ്ങിയിട്ട് രാഷ്ട്രീയ സംഘടനകളോട് പറഞ്ഞു, മതസംഘടനകളോട് പറഞ്ഞു, അരുതരുത്, നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ കഴിയണം. നമ്മുടെ ശരീരത്തിൽ ഓടുന്ന രക്തമൊന്നാണ്, മജ്ജയൊന്നാണ്, മാംസമൊന്നാണ്. നമ്മൾ അക്രമികളാവരുത്, നമ്മൾ ആയുധമെടുത്ത് സംഘർഷങ്ങളിലേക്ക് പുറപ്പെടരുത് എന്നുള്ള മഹത്തായ ഒരു ആഹ്വാനവുമായി അങ്ങ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നടത്തിയ ഒന്നാമത്തെ കേരള യാത്ര. ആ കേരള യാത്ര കടന്നു പോകുന്ന വഴിയോരങ്ങളിൽ പൊട്ടുധരിച്ച ഹിന്ദു കാത്തുനിന്നു, പുരുഷനിലെ ക്രിസ്ത്യാനി കാത്തുനിന്നു, മതമുള്ളവനും മതമില്ലാത്തവരും കാത്തുനിന്നു. ആ വലിയ മനുഷ്യന്റെ സാന്ത്വന വാക്കുകൾ കേൾക്കുവാൻ, സമാധാന ശാന്തി പ്രഭാഷണങ്ങൾ കേൾക്കുവാൻ കാലങ്ങൾക്ക് ശേഷം അദ്ദേഹം രണ്ടാമതൊരു യാത്ര നടത്തി. ആ യാത്രയുടെ പ്രമേയം എന്തായിരുന്നു? മാനവികതയെ ഉണർത്തുക എന്നുള്ളതാണ്, അഥവാ മനുഷ്യത്വം. ഇന്ന് മനുഷ്യത്വം അസ്തമിച്ചു കൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവന്റെ വേദന കണ്ടറിയാൻ നമുക്ക് കഴിയുന്നില്ല. നമുക്ക് നമ്മുടെ സ്വന്തം കാര്യങ്ങളിലേക്ക് ഒതുങ്ങുകയാണ്. ഇത് തിരുത്തപ്പെടണം, നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയണം. അവന്റെ വേദന നമ്മുടെ വേദനയായി കണ്ട് അവന്റെ വേദന പരിഹരിക്കാൻ നമുക്ക് കഴിയണം എന്നുള്ള മഹത്തായ ഒരു ആശയമായി അങ്ങ് കാസർഗോഡിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് രണ്ടാമതൊരു കേരള യാത്ര നടത്തിയപ്പോൾ ഒന്നാം കേരള യാത്രയെ പോലെയായിരുന്നില്ല. അത്ഭുതകരമെന്ന് പറയാം. തിരുവനന്തപുരം നമ്മുടെ അനന്തപുരി കണ്ട ഏറ്റവും വലിയ ജനസഞ്ചയം, ഏറ്റവും വലിയ അച്ചടക്കമുള്ള സമ്മേളനം. ഞാൻ ആലോചിക്കുകയാണ്, തിരുവനന്തപുരത്തെ കേരള യാത്ര ആ സ്റ്റേഡിയത്തിൽ കഴിഞ്ഞ് സമാപിച്ചു കഴിഞ്ഞ് ലക്ഷക്കണക്കിന് വരുന്ന സുന്നി വിദ്യാർത്ഥി പടയുടെയും സുന്നി യുവജന പ്രസ്ഥാനത്തിന്റെയും നമ്മുടെ ഈ പ്രസ്ഥാനത്തിൽ സഹകാരികളായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ജനലക്ഷങ്ങൾ ഒഴുകിയ സമ്മേളനത്തിന് ശേഷം അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാര് കാന്തപുരം ഉസ്താദ് അവരെ വിളിച്ചുകൊണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ സമ്മേളനം ഞങ്ങൾ ആക്ഷേപപ്പെടുത്തി എന്നുള്ളതാണ്. കാരണം പോലീസുകാർക്ക് യാതൊരുവിധ പണിയുമില്ല. അതാണ് ഞങ്ങളുടെ സംഘടന. അച്ചടക്കത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ എന്നും മുൻപന്തിയിൽ ഉണ്ടായിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട ഈ നാട്ടിലെ ജനങ്ങളോട് എനിക്കൊന്നേ പറയാനുള്ളൂ, യുവത്വമുള്ള എന്റെ യുവാക്കളോട് എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങളുടെ യൗവനം എന്ന് പറയുന്നത് ഉരുളുന്ന പന്തിന്റെ പിറകിൽ പാഞ്ഞു തീർക്കേണ്ടതല്ല. ഏതെങ്കിലും ബസ് സ്റ്റോപ്പുകളിലോ എവിടെയെങ്കിലും ഇരുന്ന് ജീവിതം തുലച്ചു നീക്കേണ്ടതല്ല നിങ്ങളുടെ യൗവനം എന്ന് പറയുന്നത്. നിങ്ങൾ കാണുന്നില്ലേ, ഒരു ഭാഗത്ത് തീവ്രവാദ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുന്ന സമയത്ത് ഇസ്ലാമിനെ പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. ഞങ്ങൾ ഉറച്ചു പറയുന്നു, എന്നെ കേട്ടു നിൽക്കുന്ന ഈ പ്രദേശത്ത് മുസ്ലിമീങ്ങളല്ലാത്ത സഹോദരങ്ങൾ മനസ്സിലാക്കണം, ഇസ്ലാം ശാന്തിയാണ്, ഇസ്ലാം സമാധാനമാണ്. ഒരു മുസ്ലിമിന് തീവ്രവാദിയാകാൻ കഴിയില്ല. ഞങ്ങൾ ഓതുന്ന വിശുദ്ധ ഖുർആനിൽ സ്വർഗമാർക്കാണ് അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. ഞങ്ങൾ അതിൽ വായിച്ച വചനം എന്താണെന്നറിയുമോ? ഞങ്ങൾ വായിച്ചിട്ടുള്ളത് ഞങ്ങളെ സൃഷ്ടിച്ച പടച്ചറപ്പ് ഞങ്ങളോട് പറഞ്ഞത്. അള്ളാഹുവിന്റെ ഖുർആനിൽ അള്ളാഹു പറയുന്നത് ആ മുസ്ലിം സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ അതിന്റെ മലയാളാശയം പറയാം. എന്ന് പറഞ്ഞാൽ പരലോകത്തുള്ള ഭവനം, മോക്ഷത്തിന്റെ ഭവനം. നാം അത് ഒരുക്കി വെച്ചിരിക്കുന്നത്, നാം അത് സംവിധാനിച്ചിരിക്കുന്നത് ഒരു വിഭാഗം ആളുകൾക്കാണ്. ആരാണ് ആ വിഭാഗം ആളുകൾ? അവർ ഭൂമിയിൽ ഫസാദ് ഉണ്ടാക്കാത്തവരാണ്, അവർ ഭൂമിയിൽ കലാപങ്ങൾ ഉണ്ടാക്കാത്തവരാണ്, അവർ ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാത്തവരാ. അവർക്കാണ് സ്വർഗം. അല്ലാതെ ഇരുട്ടിന്റെ മറവിൽ രക്തം കലക്കുന്ന ചെറുപ്പക്കാരെ വിളിച്ചുകൊണ്ടുപോയി ഏതെങ്കിലും പ്രദേശങ്ങളിലൂടെ കലാപത്തിന്റെ കഥ പറഞ്ഞ് ആയുധമെടുത്ത് പരിശീലനം നൽകിയിട്ട് തെരുവിലേക്ക് ഇറങ്ങി നാടിന്റെ സമാധാനം തകർക്കുന്ന വിപ്ലവകാരി പ്രസ്ഥാനങ്ങളെ, നിങ്ങൾ വിശുദ്ധ ഖുർആനിനെ കുറിച്ച് പഠിക്കണം, നിങ്ങൾ വിശുദ്ധ വചനങ്ങളെ കുറിച്ച് അറിയണം. നിങ്ങൾക്ക് സ്വർഗമില്ല, നിങ്ങൾക്ക് സ്വർഗമില്ല ഒരിക്കലും. ഇസ്ലാം എന്ന് പറയുന്ന ലോകത്തോളം വളർന്നുകൊണ്ടിരിക്കുന്ന തീവ്രവാദി പ്രസ്ഥാനമുണ്ട്. മലയാള പത്രങ്ങൾ ഒരുപക്ഷെ ഇസ്ലിന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തി എഴുതാറുള്ളത് സുന്നി ഭീകരരാണെന്നാണ്. നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോകരുത്. സുന്നികൾക്ക് തീവ്രവാദികളാവാൻ കഴിയില്ല. ഇസ്ലിം തെമ്മാടികളാണ്, അവർ മാപ്പിളജാതികളാണെന്ന് പറയാൻ ഞങ്ങൾക്കാവില്ല. അങ്ങാടികളിലും മാർക്കറ്റുകളിലും ചെന്ന് പാവപ്പെട്ട അമ്മമാരും കുട്ടികളും നിറഞ്ഞു നിൽക്കുന്ന ടൗണുകളിൽ ചെന്ന് ശരീരത്തിന്റെ പരഭാഗങ്ങളിലും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സ്ഫോടന വസ്തുക്കൾ പൊട്ടിത്തെറിപ്പിച്ചുകൊണ്ട് സ്വയം ചാവുകയും മറ്റുള്ളവരെ നശിപ്പിക്കുകയും ചെയ്യുന്നവരെ മാപ്പിള എന്ന് പറയാൻ ഏത് ഖുർആനിന്റെ ആയത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ സാധിക്കും? ഏത് തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ കഴിയും? ഒറ്റപ്പെടുത്താൻ കഴിയണം നമുക്ക് തീവ്രവാദികളെ. നമ്മുടെ രാജ്യത്തിന് ഒരു പൈതൃകമുണ്ട്. ഇത് ജനാധിപത്യ രാജ്യമാണ്, ഇത് മതേതര രാജ്യമാണ്. ഓം ശാന്തി എന്ന് പ്രാർത്ഥിക്കുന്ന ഹിന്ദുവും, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ക്രിസ്ത്യാനിയും, അല്ലാഹു അക്ബർ എന്ന മന്ത്രം ഉരുവിടുന്ന മുസ്ലിമും തോളോട് തോളുരുമി ജീവിച്ച നല്ല നാളെ നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയണം. ഏതൊക്കെ ശക്തികൾ രാഷ്ട്രീയ പ്രസ്ഥാന സംഘടനകൾ വളർത്താൻ ഇരുട്ടിന്റെ മറവിൽ വളരെ വർഗീയത ഇളക്കിവിടാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും, എന്റെ പ്രിയപ്പെട്ടവരെ, മതബോധമുള്ളവരെ, എന്റെ ഹൈന്ദവ സഹോദരങ്ങളെ, ക്രൈസ്തവ സഹോദരങ്ങളെ, മുസ്ലിം സഹോദരങ്ങളെ, ഒരുമിച്ച് നിൽക്കാൻ നമുക്ക് കഴിയണം. മഹാനായ മമ്പുറം തങ്ങളുടെ സാമ്പത്തിക കൈകാര്യങ്ങൾ ചെയ്തിരുന്നത് കോമ്പു നായർ എന്ന് പറയുന്ന അമുസ്ലിമാണെന്ന് ചരിത്രം പറയുന്നുവെങ്കിൽ, ചരിത്രം വാങ്ങിച്ചു തള്ളാനുള്ളതല്ല, പകർത്താനുള്ളതാണ്, പഠിക്കാനുള്ളതാണ്. നമുക്ക്
പാടില്ല ആ സത്യങ്ങളെ. ഈ തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിലാണ് അറബി സംഘം കടന്നു വന്നത് പ്രവാചകരുടെ കാലത്ത്. അന്ന് അവരെ സ്വീകരിക്കാൻ ഈ രാജ്യത്ത് സൂയസുകാരുണ്ടായിരുന്നില്ല, സമസ്തയുണ്ടായിരുന്നില്ല. അന്ന് സ്വീകരിച്ചത് അപ്പു എന്ന് പറയുന്ന നല്ലവനായ ഹൈന്ദവനായ സഹോദരൻ ഇളനീര് വെള്ളം കൊടുത്ത് പ്രവാചക ശിഷ്യന്മാർക്ക് സ്വീകരണം നൽകി അവരുടെ ഇസ്ലാം മതത്തെ പ്രചരിപ്പിക്കുവാൻ ആവശ്യ സഹായങ്ങൾ ചെയ്തു കൊടുത്ത ആ വിശാല മനസ്സിന്റെ ഉടമകളുള്ള ആ കഴിഞ്ഞ കാലത്തെ നല്ല നാളുകളെ മരിപ്പിക്കാൻ നമുക്ക് സാധിക്കരുത്, മായ്ച്ചു കളയാൻ നമുക്ക് കഴിയരുത്. നമുക്ക് അനീതിയോട് പൊരുതാൻ കഴിയണം, തീവ്രവാദത്തോട് പൊരുതാൻ കഴിയണം. നമ്മുടെ നാട് മദ്യത്തിന്റെ ലഹരിയിലേക്ക് പോവുകയാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു മദ്യഷാപ്പിന്റെ മുന്നിലുള്ള ക്യൂ ഞാൻ കണ്ടു. പോലീസുകാരാണ് അവിടെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. 100 കോടി രൂപയുടെ മദ്യമാണ് ഈ കഴിഞ്ഞ 2 ദിവസത്തിൽ ഓണനാളുകളിൽ വിറ്റുപോയത്. ആരാ മദ്യം കുടിക്കുന്നത്? മലയാളിയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, മദ്യം വിഷമാണെന്ന് പറയാത്ത മതമുണ്ടോ? ഗാന്ധിജി പറഞ്ഞില്ലേ മദ്യം വിഷമാണ് എന്ന്? മഹാഭാരതത്തിൽ പറയുന്നത് ബ്രഹ്മഹത്യയ്ക്ക് തുല്യമായ മഹാപാപമാണ് മദ്യപാനം എന്നുള്ളതാണ്. പ്രവാചകൻ പഠിപ്പിച്ചത് സകലമായ തിന്മകളുടെയും താക്കോലാണ് മദ്യം എന്നുള്ളതാണ്. നമ്മുടെ രാജ്യം ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് വിശേഷിപ്പിക്കപ്പെട്ട നാടാണ്. ഇത് സാധാരണ തറവാടായി മാറാൻ പാടില്ല. നമ്മുടെ രാജ്യത്ത് മദ്യത്തിന്റെ ഉപയോഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. യുവാക്കളെ, നമുക്ക് പൊരുതാനാവണം, നമുക്ക് ബോധവൽക്കരിക്കാനാവണം. ഇവിടെ സംഘടനകൾ ഏറ്റുമുട്ടേണ്ടവരല്ല, പരസ്പരം തെറി പറയാനല്ല നാം മൈക്ക് സെറ്റുകാരനെ കേൾപ്പിക്കേണ്ടത്. തെറിയഭിഷേകം നടത്തുവാനും തെറിയഭിഷേകങ്ങൾ നടത്തി നാടിന്റെ സമാധാനം തകർക്കുന്ന ഏത് മതസംഘടനകളെയും ഒറ്റപ്പെടുത്താനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. അവർ ചെറിയവരെന്നോ അവരുടെ നേതൃനിരയിൽ വലിയവരുണ്ടെന്നോ നോക്കേണ്ട കാര്യങ്ങളില്ല. ഒറ്റപ്പെടുത്തി മൂലക്കി കിട്ടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരുമയുള്ള ജീവിതം, സാഹോദര്യത്തോടുകൂടെയുള്ള ജീവിതം, അറിഞ്ഞും സ്നേഹിച്ചും സഹായിച്ചും സഹകരിച്ചും കൊണ്ടുമുള്ള ജീവിതം. ആ നല്ല നാളുകൾക്ക് വേണ്ടിയുള്ള SOSന്റെ ഈ പോരാട്ടത്തിൽ നിങ്ങളുടെ സഹായങ്ങൾ ഉണ്ടാവണം. ഇവിടെ സാന്ത്വന കേന്ദ്രം കേവലം ഒരു കേന്ദ്രമായി നിൽക്കാൻ പാടുന്നതല്ല. ഇത് ഈ നാട്ടിലെ പാവങ്ങൾക്കുള്ളതാണ്. അവർ ജാതിയില്ലാതെ മതമില്ലാതെ നിങ്ങൾ സഹായിക്കണം ഇവിടുത്തെ പ്രവർത്തകന്മാരെ. നേരത്തെ ഇവിടെ വീൽ ചെയർ വിതരണം ചെയ്തു. സഹായിച്ചവർക്കെല്ലാം അള്ളാഹു വലിയ പ്രതിഫലം നൽകുമാറാകട്ടെ. എന്തിന് നമ്മൾ ഭയപ്പെടണം? എന്തിന് നമ്മൾ ആശങ്കപ്പെടണം? പ്രവാചകൻ പഠിപ്പിച്ചത് പാവങ്ങളെ സഹായിക്കാൻ പരിശ്രമിക്കുന്നവൻ അള്ളാഹുവിന്റെ വഴിയിലെ ധർമ്മ പോരാളിയാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് പ്രിയപ്പെട്ടവരെ ധർമ്മ പോരാട്ടം. SOSന്റെ പോരാട്ടത്തിന് ആയുധങ്ങളുടെ ആവശ്യമില്ല. SOSന്റെ പോരാട്ടത്തിന് വാളും മുനയും ആവശ്യമില്ല, കമ്പിപ്പാനയും നമുക്ക് ആവശ്യമില്ല. നമ്മുടെ ജിഹാദ് എന്ന് പറയുന്നത് പാവങ്ങളെ സഹായിച്ചുകൊണ്ടുള്ള, അഗതികളെ സഹായിച്ചുകൊണ്ടുള്ള, രണ്ടു നേരം മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാനില്ലാതെ വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് പരപ്പട്ടിണിയും മുഴുപ്പട്ടിണിയുമായി കഴിയുന്ന പാവങ്ങളെ സഹായിക്കുവാനുള്ള ഒരു ദൗത്യ മുന്നേറ്റത്തിൽ നിങ്ങളുടെ സഹായം ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. നിങ്ങൾ ഇന്നലകളിൽ ഞങ്ങളുടെ പ്രസ്ഥാനത്തിനോടൊപ്പം നിന്നു. ഞങ്ങൾക്ക് എതിർപ്പുകൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. എല്ലാം ഈ നാട്ടിലെ ജനങ്ങൾ അറിയണം. ഞങ്ങൾ ആരെയും ആക്രമിക്കാൻ പോയിട്ടില്ല. ഞങ്ങൾ ആരെയും തീവ്രവാദ ഭാഷയിൽ എതിർക്കാനും ഞങ്ങൾ പോയിട്ടില്ല. ഈ പ്രസ്ഥാനത്തിന്റെ കൊടി പിടിച്ചതിന്റെ പേരിൽ ഹരിതവന നീതിപത്രിവർണ്ണ പതാക മാറോട് ചേർത്ത് പിടിച്ച് നാട്ടിന്റെ സമാധാനത്തിന് വേണ്ടി പ്രവർത്തിച്ചതിന്റെ പേരിൽ ഞങ്ങളുടെ പാവം പ്രവർത്തകന്മാർ അരും കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ മറക്കുന്നില്ല. എല്ലാം പടച്ചവനിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. നാഥ, രക്തസാക്ഷിത്വത്തിന്റെ പ്രതിഫലം നൽകി പതിരീകളെ ചാരത്തുള്ള സ്വർഗം നൽകി അനുഗ്രഹിക്കണേ നാഥ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥനാ മനസ്സുകൾ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇനിയും നമ്മുടെ നാടുകളിൽ ആയുരിപ്പിനെ കൊലപാതകങ്ങൾ നടക്കരുത്. ഇനിയും നമ്മുടെ നാടുകളിൽ സമാധാനമില്ലാത്ത ജീവിതം ഉണ്ടാകരുത്. അതിനാവശ്യമായ ഒരുമിച്ചുള്ള കൂട്ടായ്മയിൽ ഞങ്ങളുണ്ടാകും നിങ്ങളുടെ കൂടെ. ഏത് രാഷ്ട്രീയ പ്രസ്ഥാനവും ഏത് സംഘടനയും നല്ല കാര്യങ്ങൾക്ക് മുന്നോട്ട് വന്നാൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം SOS ഉണ്ടാകും നിങ്ങളുടെ കൂടെ, SSF ഉണ്ടാകും നിങ്ങളുടെ കൂടെ. നമ്മുടെ നാടുകളിൽ സമാധാനപൂർണമായ ഐശ്വര്യപൂർണമായ ഒരു ജീവിതത്തെ കെട്ടിപ്പിടിക്കുവാൻ നമുക്ക് മദ്യത്തിനെതിരെയും അതുപോലെ തന്നെ സെക്സ് റാക്കറ്റുകൾക്കെതിരെയും നമ്മുടെ നാടുകളിൽ വർദ്ധിച്ചു വരുന്ന ക്രിമിനൽ കുറ്റങ്ങൾ ചെറുതല്ല എന്നുള്ളത് ഇന്ന് പത്രം വായിക്കുന്നവർക്ക് അറിയാവുന്നതാണ്. ഏതായിരുന്നാലും എന്റെ പ്രിയപ്പെട്ടവരെ, കേരളത്തിന്റെ തനിമയും സാംസ്കാരിക പൈതൃകവും ജനാധിപത്യ മൂല്യവും തിരിച്ചു പിടിച്ചുകൊണ്ട് നമുക്ക് നല്ല നാളേക്ക് വേണ്ടി ഒന്നിച്ചു നീങ്ങാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സംഗമത്തിൽ സംഗമിച്ച എല്ലാവർക്കും ഹൃദ്യമായ മുഴുവൻ സന്തോഷങ്ങളും സംഘടനാ കുടുംബത്തിന്റെ സർവ്വ നന്മകളും നേർന്നുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.